നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മുതൽ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 6 ജൂലൈ 2025 ഞായർ. ആദ്യം തന്നെ വേഗത്തില് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റില് വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് വ്യാപാരം നടന്നതായിട്ട് കണ്ടത്. കാരണം ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഡെഡ് ലൈൻ അടുക്കുന്നത് മൂലം. അതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയിൽ ഒരു നാരോ ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു വീക്കിലി ബേസിസിൽ കാണുവാൻ സാധിച്ചത്. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നിഫ്റ്റി 25,330 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുകയും 25,600 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. വളരെ ഏറെ കാലങ്ങൾക്ക് ശേഷം നിഫ്റ്റിയിൽ വീക്കിലി ബേസിസിൽ വളരെ നാരോ റേഞ്ചിൽ ട്രേഡിംഗ് കാണുവാനായിട്ട് സാധിച്ചത്. എങ്കിൽ കൂടിയും 0.7% നഷ്ടം വീക്കിലി ബേസിസിൽ നിഫ്റ്റി നേരിടുകയുണ്ടായി. ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ഭീഷണി നിലനിൽക്കുമ്പോൾ കൂടിയിട്ടും ഇന്ത്യ വിക്സ് കണ്ടിന്യൂസ്ലി ഫോൾ ആകുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വെള്ളിയാഴ്ച നമുക്കൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. വെള്ളിയാഴ്ച ട്രംപ് 10 രാജ്യങ്ങൾക്കുള്ള കത്തുകൾ കൈമാറുമെന്ന്. എങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ യുഎസിൽ അവധിയായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ശനിയാഴ്ച അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. തിങ്കളാഴ്ച 12 രാജ്യങ്ങൾക്ക് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. സോ തിങ്കളാഴ്ച അത് ഗ്ലോബൽ മാർക്കറ്റിനെയും നമ്മുടെ മാർക്കറ്റിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ് തിങ്കളാഴ്ച ആ കത്ത് കൈമാറുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷമാണെങ്കിൽ ചൊവ്വാഴ്ച അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ ബാധിക്കുവാനും ഇടയുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച, ഈ വരുന്ന ബുധനാഴ്ച ജൂലൈ 9 ഡെഡ് ലൈൻ. പ്രത്യേകം മനസ്സിൽ ഈ ഡേറ്റ് വെക്കുക. രണ്ടാമതായിട്ട് ഒപെക് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന പുതിയ തീരുമാനമാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. കഴിഞ്ഞ മാസം ഒപെക് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്ഷൻ 5,48,000 ബാരൽസ് പെർ ഡേയിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷെ ജൂൺ മാസത്തെ അവസാനത്തോടു കൂടി അവർ അറിയിക്കുകയുണ്ടായി ജൂലൈ മാസം തന്നെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമെന്ന്. എന്നാൽ ശനിയാഴ്ച കൂടിയ ഒപെക് രാജ്യങ്ങളുടെ മീറ്റിംഗില് അവർ പ്രസ്താവിക്കുകയുണ്ടായി ഓഗസ്റ്റ് മുതലായിരിക്കും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങുക എന്ന്. സോ ക്രൂഡ് ഓയിലിന്റെ വിലയും ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ വളരെയേറെ സ്വാധീനിക്കും. അത് ഒന്ന് കീനായിട്ട് വാച്ച് ചെയ്യുക. മൂന്നാമതായിട്ട് US മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ആക്ഷൻസ് നമ്മുടെ മാർക്കറ്റിൽ ഈ ആഴ്ച റിഫ്ലക്റ്റ് ആകാൻ വളരെയേറെ സാധ്യതകൾ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ജോബ് ഡേറ്റ വരികയുണ്ടായി. അതിനെ തുടർന്ന് യുഎസിലെ മെയിൻ ഇൻഡസ്ട്രീസ് ഒക്കെ റെക്കോർഡ് ഹൈയോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്നതായിട്ട് കണ്ടു. അതിനെ തുടർന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള പ്രതീക്ഷകളും വർദ്ധിക്കുകയുണ്ടായി. സോ തൽഫലമായിട്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ കാണുവാനായിട്ട് ഈ ആഴ്ച സാധിക്കും. അതിനെ തുടർന്ന് മുൻപറഞ്ഞ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന Q1 റിസൾട്ടുകളാണ്. ഈ ആഴ്ച തന്നെ Q1 റിസൾട്ടുകൾ പ്രഖ്യാപനം ആരംഭിക്കുകയാണ്. അതിൽ TCS, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, ആനന്ദരതി വെൽത്ത്, ടാറ്റ LXI തുടങ്ങിയ ലീഡിംഗ് സ്റ്റോക്സിന്റെ റിസൾട്ടുകളും ഈ ആഴ്ച പ്രഖ്യാപിക്കുന്നുണ്ട്. സോ ലോക്കലായിട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും Q1 റിസൾട്ടുകൾ തന്നെയായിരിക്കും. അഞ്ചാമതായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നത് ഈ ആഴ്ചയിലുള്ള IPOs തന്നെയാണ്. ഒത്തിരിയേറെ IPO ലിസ്റ്റിങ്ങും സബ്സ്ക്രിപ്ഷൻ ഓപ്പണിങ്ങും എല്ലാം ഈ ആഴ്ചയിലുണ്ട്. സോ നിങ്ങൾക്കറിയായിരിക്കും, സമയത്തിന്റെ കുറവ് മൂലം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന്. സോ ഈ ആഴ്ച ലിസ്റ്റ് ആകാൻ പോകുന്ന IPOകളും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ആറാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്നത് മെയിനായിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട കമ്പനികളുടെ റെക്കോർഡ് ഡേറ്റ് ആണ്. ഡിവിഡൻസിനും റൈറ്റ് ഇഷ്യൂവിനും ബോണസ് ഷെയറിനും തുടങ്ങി ഒട്ടനവധി കോർപ്പറേറ്റ് ആക്ഷൻസ് ഈ ആഴ്ച നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ടൈറ്റാൻ, JSW സ്റ്റീൽ, സൺ ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള കമ്പനികളുടെ പ്രധാന കോർപ്പറേറ്റ് ആക്ഷൻസ് ഈ ആഴ്ച നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ JK സിമെന്റ്, എംഫസൈസ്, ഫൈസർ, അപ്പോളോ ടയേഴ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ക്യാൻഫിൻ ഹോംസ്, IDFC ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇവയിലൊക്കെ ഈ ആഴ്ച പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഏഴാമതായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ
ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം വഹിക്കാൻ വേണ്ടി പോകുന്നത് വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന ആക്ഷൻസ് തന്നെയായിരിക്കും. തുടർച്ചയായി 4 മാസം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ ചെറിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എങ്കിൽ ജൂലൈ മാസത്തേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനുകളിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിരുന്നു. അതോടുകൂടി അവർ ഈ മാസം നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആണ്. 5000-ൽ ഏറെ കോടി രൂപയ്ക്ക് 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തി നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടിയും വെള്ളിയാഴ്ച 1028 കോടി രൂപയ്ക്ക് സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത്. സോ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കും. കാരണം എന്തൊക്കെ ഡെവലപ്മെന്റ്സുകളും ഗ്ലോബലിയും ലോക്കലിയും ഉണ്ടായെങ്കിൽ കൂടിയും മാർക്കറ്റിനെ എപ്പോഴും പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഒരു ഘടകം ഈ 2 കൂട്ടരുടെയും പ്രവർത്തനങ്ങൾ തന്നെയാണ്. 8ാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വരുന്ന ഉയർച്ചയോ ഇടിവ് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെയും സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ 0.1% ഇടിവാണ് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ രേഖപ്പെടുത്തിക്കൊണ്ട് 85.39 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. കുറച്ച് ഏറെ നാളുകളായി ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഇടിയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പല പല ഘടകങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുകയുണ്ടായി. സോ അതും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി ഈ ആഴ്ചയിൽ പ്രധാനമായിട്ടുമുള്ള ഗ്ലോബൽ ഇവന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വാഴ്ച ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സമയം 10 മണിയോട് കൂടിയിട്ട് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് 11 വരെയോട് കൂടിയിട്ട് ബാലൻസ് ഓഫ് ട്രേഡ് മെയ് മാസത്തെ റിസൾട്ട് വരുന്നുണ്ട്. കാനഡയിൽ നിന്ന് വൈകുന്നേരം 7:30 IVPMI ഡേറ്റ ജൂൺ മാസത്തെയും വരുന്നുണ്ട്. ബുധനാഴ്ച ചൈനയിൽ നിന്നും രാവിലെ 7 മണിക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ജൂൺ മാസത്തെ വരുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 9:30 കൂടി FOMC മീറ്റിംഗ് മിനിറ്റ്സ് US നിന്നും വരുന്നുണ്ട്. വെള്ളിയാഴ്ച 11:30 കൂടിയിട്ട് UK നിന്നും GDP മെയ് മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ മുൻപിലായിട്ട് 9-ാം തീയതി ബുധനാഴ്ച US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്നുണ്ട് എന്നുകൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ബോർഡ് മീറ്റിംഗ് ജൂലൈ 10-ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് വേണ്ടി. ട്രാവൽ ഫുഡ് സർവീസസ് IPO നാളെ മുതൽ IPO ഓപ്പൺ ആകും. ബുധനാഴ്ച 9-ാം തീയതി വരെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഡ്രീം ഫ്ലോക്സ്, ബജാജ് ഫൈനാൻസ്, മോട്ടിലാൽ ഒസ്വാൾ തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ 11 കോടി സ്റ്റേക്കുകൾ കമ്പനിയിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുകയുണ്ടായി വെള്ളിയാഴ്ച. അതിനെ തുടർന്ന് 12% ഇടിവും സ്റ്റോക്കിൽ കണ്ടു. സൂസ്ലോൺ എനർജി റീസ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് സൂസ്ലോൺ എനർജിയും സൂസ്ലോൺ ഗ്ലോബൽ സർവീസസും ലയിക്കുവാനുള്ള തീരുമാനത്തിനുള്ള NSEയിലും BSEയിലും സമർപ്പിച്ച അപേക്ഷകളിൽ എതിർത്തുകൊണ്ടുള്ള ഒബ്സർവേഷൻ NSEയുടെയും BSEയുടെയും ഭാഗത്തു നിന്ന് നൽകിയിട്ടില്ല എന്നുള്ള വാർത്ത. VRL ലോജിസ്റ്റിക്സ് 1:1 ബോണസ് ഇഷ്യൂ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർക്ക് ഒരു ഷെയർ കമ്പനിയുടേത് ബോണസ് ആയിട്ട് ലഭിക്കും. റെക്കോർഡ് ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശോക് ലൈലാൻഡ് ഏഞ്ചൽ 1 സ്റ്റോക്കിന് ബുള്ളിഷ് കോൾ നൽകുകയുണ്ടായി. 18% അപ്സൈഡ് ആണ് അവരുടെ അഭിപ്രായ പ്രകാരം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. PC ജ്വല്ലർ വെള്ളിയാഴ്ച സ്റ്റോക്ക് 17% റാലി നടത്തി. ഇതിന് പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഏപ്രിൽ ജൂൺ മാസത്തിൽ 80% ഉയർച്ച കൈവരിക്കുകയുണ്ടായി. അത് മാത്രമല്ല 2025 തീരുമ്പോഴേക്കും കമ്പനിയുടെ കടങ്ങളൊക്കെ തീരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് സ്റ്റോക്കിൽ ഒരു റാലി കാണുവാനായിട്ട് സാധിച്ചത്. ഏവർക്കും നല്ല ഒരു ആഴ്ച ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.